നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര അസ്ട്രോ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 പുതുവർഷത്തിലെ ഭാഗ്യങ്ങൾ നൽകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മളിവിടെ തന്നെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പുതുവർഷം വരികയാണ്. ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം ജ്യോതിഷപ്രകാരം പുതുവർഷ ഫലം വളരെ പ്രധാനമാണ്. ഈ വർഷം 5 രാശിയിൽപ്പെട്ട 15 നക്ഷത്രക്കാർക്ക് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഫലമായി പറയുന്നു. ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളും മാറ്റവും ഉണ്ടാകും എന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത്. ഇവരുടെ സകല ദുഃഖവും മാറി രക്ഷപ്പെടുകയും ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിലേക്കും എത്തിച്ചേരും എന്നുള്ളതും കൂടെ ജ്യോതിഷം പ്രവചിക്കുന്നു. നവഗ്രഹങ്ങളുടെ അനുഗ്രഹം കാരണം ഇവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും ഏതെല്ലാം രാശിയിൽപ്പെട്ട നാളുകാർക്ക് ഈ ഭാഗ്യം വന്നു ചേരുമെന്ന് നമുക്ക് നോക്കി പറയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും പൊതുവെ എടുത്തു പറയാവുന്നതാണ്. ഈ 5 രാശികളിൽ നിന്നും ആദ്യം വരുന്നത് മിഥുനക്കൂറുകാരാണ്. മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരാണ് ഇതിൽപ്പെടുന്നത്. ഇവർക്ക് പുതുവർഷ ഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുന്നു. മികച്ച വർഷമാണ് ഇത്. ജോലിയിലും വ്യക്തി ജീവിതത്തിലും വലിയ ജീവിതം നേടാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ധനം വന്നു ചേരും. ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുകയും ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. വിഷ്ണു ദർശനം ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യുന്ന ഒരു നക്ഷത്രങ്ങളാണ്. അടുത്തതായി പറയാനുള്ളത് കർക്കിടക രാശിക്കാരെ കുറിച്ചാണ്. കർക്കിടകം എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇതിൽപ്പെടുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ വരുന്നത് ഈ വർഷം ഏറ്റവും അധികം മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളതും കഷ്ടകാലം തീർന്ന് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവരെത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകും. ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും. പുതിയ വീട് വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹങ്ങൾ നടക്കുന്നതിനുമെല്ലാം ഭാഗ്യമുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും തീരുകയും ആഗ്രഹിച്ച് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയുക. ഇനി അടുത്ത് പറയാനുള്ളത് തുലാം രാശിക്കാരെ കുറിച്ചാണ്. ഇതിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുടെ അവസാനം 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ 3/4 ഭാഗവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഉണ്ടാവുക. ഈ നാളുകാർക്ക് 2025 ഏറെ മെച്ചപ്പെട്ടതാണ്. ആഗ്രഹങ്ങൾ നടന്നു കിട്ടുകയും ഏറ്റവും ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഇത്. ജീവിതത്തിലെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ മാറിക്കിട്ടും. നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും. ദേവിയുടെ അനുഗ്രഹത്താൽ നന്നായി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ക്ലേശങ്ങളെല്ലാം അവസാനിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ്. ഏതാഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ധനാഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേരുകയും നിങ്ങളുടെ ചീത്തപ്പേരുകൾ മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. പൊതുവെ നല്ലൊരു സമയമാണ് ഈ ഒരു കാലഘട്ടങ്ങൾക്ക്. അതേപോലെ വൃശ്ചിക രാശിക്കാരാണ് ഇനി അടുത്ത് പറയുന്നത്. വൃശ്ചിക രാശി എന്ന് പറയുന്നത് തന്നെ ഇതിൽപ്പെടുന്ന നക്ഷത്രം വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേർന്ന നക്ഷത്രങ്ങളാണ്. ദുഃഖദുരിതങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഭാഗ്യാനുഭവം വന്നു ചേരുകയും ആഗ്രഹിച്ചതും എല്ലാ കാര്യങ്ങളും നിറവേറ്റും. കൊതിച്ചതുമായത് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. നേട്ടങ്ങൾക്കും ഉയർച്ചയിലേക്കും വന്നു ചേരുന്ന ഒരു കാലഘട്ടം. ജീവിതം മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നെത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും. വിദേശ യോഗത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. ജോലിയിൽ വളരെ ഉയർച്ച കാണുന്നു. ഉയർന്ന സ്ഥാനമാനങ്ങളും ഭാഗ്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വർഷമാണ് 2025 തന്നെ ഇവർക്ക് സ്ഥാനമാനങ്ങളും കടബാധ്യതകളെല്ലാം തീരുന്നൊരു കാലഘട്ടമായിരിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നൊരു കാലഘട്ടമായിരിക്കും. എന്നാലും ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും കടം വാങ്ങുന്നത് ബിസിനസ് നിക്ഷേപം നടത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരെ സംശയത്തോടെ കാണാതിരിക്കാനും ശ്രദ്ധിക്കുക. വിവാഹ കാര്യങ്ങളും അതേപോലെ തന്നെ സന്താന യോഗങ്ങളെല്ലാം കാണുന്ന ഒരു സമയമാണ്. വളരെ അനുകൂലമാണ് വൃശ്ചിക രാശിക്കാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പൊതുവെ നല്ലൊരു സമയം തന്നെയാണ് വൃശ്ചികൻ രാശിക്കാർക്ക്. ഒരുപാട് പഴികളും ഒരുപാട് അപവാദങ്ങളും കേട്ട് നിൽക്കുന്ന ഒരു രാശിയാണ് വൃശ്ചികൻ രാശി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് മകരൻ രാശിക്കാരെ കുറിച്ചാണ് പറയുക. ഇതിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ പെടുക. ശിവനും വിഷ്ണുവും ദേവിയും പ്രസാദമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് 2025. ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. ധനവും ധാന്യവും സമൃദ്ധിയും നേടാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ് 2025. ഐശ്വര്യവും ഭാഗ്യവും ഫലമായി വരുന്നൊരു കാലഘട്ടമായിരിക്കും. ഇവർ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയ ശേഷം ശിവവിഷ്ണു ദേവി ക്ഷേത്രങ്ങൾ വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ്. പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ മകരക്കൂറുകാർക്ക് 7.5 ശനി കഴിയാൻ പോകുന്നൊരു വർഷമാണിത്. 7.5 ശനി അതേപോലെ 7.5 കൊല്ലം കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് അവരുടെ പേരും ദേഹാരിഷ്ടതകളും അപവാദങ്ങളും
ധനനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും നാട് വിട്ടു പോകേണ്ട ഒരു സൂழ்நிലയും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നെല്ലാം മുക്തി നേടി പുതിയൊരു വർഷം പിറക്കുകയാണ് 2025. നിങ്ങൾക്ക് മകരക്കൂറുകാർക്ക് ഇനിയും നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും. വളരെ അനുകൂലമായിരിക്കും. ഈശ്വരകടാക്ഷവും ദൈവകടാക്ഷവും ഉണ്ടാവും. അതേപോലെ തന്നെ കുലദൈവത്തിനെ നിത്യവും പ്രാർത്ഥിക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ താഴെ